പ്രധാനപ്പെട്ട ഹൃദ്രോഗങ്ങൾ ജന്മനാലുള്ള ഹൃദ്രോഗം ജനിക്കുമ്പോൾ തന്നെ കുട്ടിയിൽ കാണുന്നതായിട്ടുള്ള ഹൃദ്രോഗമാണ്. ഹൃദയത്തിൻ്റെ വാൽവുകൾക്കുള്ള തകരാറ് ജന്മനാൽ സംഭവിക്കാം. ഹൃദയത്തിൻ്റെ അറകൾക്കുള്ള തകരാറ്, അറകളുടെ ഭിത്തികൾക്ക് പ്രത്യേകിച്ചും മുകളിലുള്ള രണ്ട് അറകളായ ഏട്രിയത്തിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, അല്ലെങ്കിൽ താഴെയുള്ള രണ്ട് അറകളായ വെൻട്രിക്കിളിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന രണ്ട് വെൻട്രിക്കിളും തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയിലുണ്ടാകുന്ന വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് അഥവാ VSD, പിന്നെ വലിയ രക്തക്കുഴലുകളുടെ ട്രാൻസ്പൊസിഷൻ, ക്രമം തെറ്റി ചുറ്റിപ്പിണഞ്ഞു പോയിട്ടുള്ള, പരസ്പരം മാറിപ്പോയിട്ടുള്ള രക്തക്കുഴലുകൾ, ഇതെല്ലാം ജന്മനാൽ ഉണ്ടാകുന്ന ഹൃദ്രോഗത്തിൻ്റെ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഹൃദ്രോഗങ്ങളാണ്. പിന്നീട് മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ വേറെയുണ്ട്. ഉദാഹരണത്തിന് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം തൊണ്ടയിലുണ്ടാകുന്ന അണുബാധ, പ്രത്യേകിച്ചും 2 വയസ്സിനും 16 വയസ്സിനും, കൂടുതലും 3 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന തൊണ്ടയിലെ അണുബാധ, സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ്, അതിൻ്റെ തന്നെ M type 5 എന്ന വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയ തൊണ്ടയിലെ അണുബാധ സൃഷ്ടിക്കുന്നു, ശ്വാസകോശത്തിലെ അണുബാധ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ ബാക്ടീരിയയുടെ അണുബാധ റിക്കറൻ്റായിട്ട് പലവട്ടം വരുമ്പോൾ അത് സന്ധികളിലെ നീർക്കെട്ടായി മാറുന്നു. പിന്നീട് അങ്ങോട്ട് ഹൃദയത്തിൻ്റെ വാൽവുകളെ ബാധിക്കുന്നു. ഒരു 100 ഹൃദ്രോഗത്തിൻ്റെ അല്ലെങ്കിൽ 100 പേർക്ക് ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് തകരാറുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 98, ചിലപ്പോൾ 99%, 100ക്ക് 99 ഈ ഒഴിവാക്കാവുന്ന തൊണ്ടയിലെ അണുബാധ കൊണ്ടുണ്ടാകുന്ന വാൽവുലർ ഹാർട്ട് ഡിസീസാണ്. അതാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അതാണ് വേറൊരു അണുബാധ. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 വയസ്സിന് മുമ്പുള്ള കാലഘട്ടത്തിലും 16 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിലും കുട്ടികളിൽ ഇത്, അല്ലെങ്കിൽ ആർക്കും തന്നെ ഇത് പിടിപെടുന്നില്ല. ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന അസുഖങ്ങളെ വീണ്ടും വിധം ചികിത്സിക്കുന്ന വഴി, തൊണ്ടയിലുണ്ടാകുന്ന അണുബാധ പ്രത്യേകിച്ചും ചികിത്സിക്കുന്ന വഴി ഈ വലിയ ദുരന്തത്തിൽ നിന്ന്, കാരണം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വാൽവ് മാറ്റിവെക്കണമെന്നെല്ലാം പറയപ്പെടുന്ന വാൽവുലർ ഹാർട്ട് ഡിസീസ്, ആ അസുഖത്തെ നല്ലൊരു ശതമാനം, 98% നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. മറ്റൊരു ഹൃദ്രോഗമാണ് അധിക രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർടെൻസീവ് കാർഡിയക് ഹാർട്ട് ഡിസീസ്. ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസിനകത്ത് ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് കട്ടിവെക്കുന്നു, ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് അറയ്ക്ക് വലിപ്പം കൂടുന്നു, തുടർന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു, ഭാവിയിൽ ഹൃദയ ആഘാതമുണ്ടാവാൻ സാധ്യത കൂടുന്നു, കാർഡിയക് ഫെയിലർ, ഹൃദയത്തിൻ്റെ പരാജയം സംഭവിക്കാൻ വരെ അത് സാധ്യതയുണ്ടാക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട ഹൃദ്രോഗം എന്ന് നമുക്ക് പറയാവുന്നത് കൊറോണറി വാസ്കുലർ ഡിസീസാണ്. ഹൃദയത്തിൻ്റെ ഭിത്തിയെ സപ്ലൈ ചെയ്യുന്ന, ഹൃദയം നമ്മുടെ മുഷ്ടിയാണ് എന്ന് സങ്കല്പിച്ചാൽ ഈ മുഷ്ടിയുടെ പുറത്തുള്ള രക്തക്കുഴൽ പോലെ ഹൃദയത്തിൻ്റെ ഭിത്തിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 രക്തക്കുഴലുണ്ട്. ഒന്ന് ഒരു റൈറ്റ് സൈഡ് കൊറോണറി ആർട്ടറി, വേറൊന്ന് ലെഫ്റ്റ് സൈഡ് കൊറോണറി ആർട്ടറി. ഇടതുവശത്തും വലതുവശത്തും സപ്ലൈ ചെയ്യുന്ന 2 രക്തക്കുഴലുകൾ. ഇതിനെ അതിൻ്റെ ബ്രാഞ്ചസും അതിൻ്റെ മറ്റ് വേരുകളും. ആ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന അടവ് മൂലം കൊളസ്ട്രോളും കാൽസ്യവും തുടർന്നുള്ള വർഷങ്ങളിൽ അടിഞ്ഞുകൂടുന്ന വഴിയായിട്ടുണ്ടാകുന്ന അടവ് മൂലം ഉണ്ടാകുന്ന തകരാറാണ് കൊറോണറി വാസ്കുലർ ഡിസീസ്, അല്ലെങ്കിൽ അത്രോസ്ക്ലിറോസിസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രോസ്ക്ലിറോസിസ് ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഒരു ഹൃദ്രോഗം എന്ന രീതിയിൽ വിവക്ഷിക്കാവുന്ന ഹൃദയത്തിൻ്റെ ഭിത്തിക്കുണ്ടാകുന്ന വലിപ്പ കൂടുതലാണ്. ഹൃദയത്തിൻ്റെ ഭിത്തി വികാസം പ്രാപിക്കുന്ന വഴി, ഹൃദയത്തിൻ്റെ ഭിത്തി വലിപ്പം വയ്ക്കുന്ന വഴി, ഹൃദയത്തിൻ്റെ അറ തന്നെ വലിപ്പം വയ്ക്കുന്നു. അതിനാണ് ഡയലേറ്റഡ് കാർഡിയാക് മയോപ്പതി എന്ന് പറയുന്നത്. ഡയലേറ്റഡ് കാർഡിയാക് മയോപ്പതി. നേരെ മറിച്ച് ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന വഴി ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അസുഖമാണ് ഹൈപ്പർട്രോഫിക് കാർഡിയാക് മയോപ്പതി, അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രറ്റിക് കാർഡിയാക് മയോപ്പതി, HOCM. ഹൃദയത്തിൻ്റെ ഭിത്തി കട്ടിവെക്കുന്ന വഴി ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു, ഹൃദയത്തിൻ്റെ പമ്പിങ്, ഹൃദയത്തിൻ്റെ രക്തം സംക്രമണം ചെയ്യാനുള്ള കഴിവ് വളരെ കുറഞ്ഞു വരുന്നു, തുടർന്ന് അങ്ങോട്ട് ഹൃദയം ഫെയിലറിലേക്ക്, പരാജയം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നെ ഹൃദയത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഹൃദയത്തിൻ്റെ ആവരണത്തെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. ഹൃദയത്തിൻ്റെ ആവരണം, ഹൃദയം ഒരു പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ആവരണത്താൽ പൊതിയപ്പെട്ടിരിക്കുന്നു. ഈ പെരികാർഡിയത്തിനുണ്ടാകുന്നതായിട്ടുള്ള അണുബാധ, ഉദാഹരണത്തിന് ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം കൊണ്ടുണ്ടാകുന്ന അണുബാധ, അത് കാരണം പെരികാർഡിയം കട്ടി പ്രാപിക്കാം, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അതിന് മന്ദീഭവിക്കാം. പെരികാർഡിയത്തിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് കാർഡിയാക് ടാമ്പണേറ്റ്, ഹൃദയത്തിൻ്റെ പമ്പിങ് വേണ്ടുമെന്ന് നടക്കാതെ സംഭവിക്കാം.
അതുപോലെ തന്നെ ഹൃദയത്തിലുണ്ടാകുന്ന മറ്റ് വീക്കങ്ങൾ, രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന വീക്കങ്ങൾ, ഉദാഹരണത്തിന് എലിപ്പനി മറ്റെല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും കിഡ്നിയെ ബാധിക്കുന്ന ഒപ്പം തന്നെ കാർഡിയോമയോപ്പതി ഉണ്ടാക്കാം. ഹൃദയത്തിൻ്റെ മസിലിനെയും ബാധിക്കാം. ഹൃദയത്തിൻ്റെ ക്രമം തെറ്റിയുള്ള താളവും ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കാനും അപകടത്തിലേക്ക് തന്നെ അത് വഴിതെളിക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൃദ്രോഗങ്ങളെന്ന് നമുക്ക് പ്രഥമദൃഷ്ട്യാ നമുക്ക് വിവരിക്കാൻ സാധിക്കാം.